ഓക്കെ ഗൈസ്, ഇന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രാങ്കളിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ സിറ്റിയിലും കാര്യങ്ങളൊക്കെ ദീപാവലിയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ മാത്രമല്ല നമ്മുടെ GTA 5 നമ്മുടെ ഫ്രാങ്കലിനെയും കൂടെ നമ്മൾ ഈ പരിപാടിയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഗൈസ്. നമുക്ക് GTA 5 സിറ്റി പോകണം ഗൈസ്, എല്ലാം നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഗൈസ് ഓക്കെ എന്തായാലും ഗൈസ് നമ്മളിങ്ങനൊക്കെ ജിമ്മിലും കാര്യങ്ങളൊക്കെ വന്നാണ് ഗൈസ്. എന്തായാലും നോക്കുകയാണെങ്കിൽ എന്തായാലും ഇന്നിപ്പോൾ എന്താണ് ഗൈസ് പരിപാടി, എന്തായാലും ജിമ്മിലും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് രാവിലെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗൈസ് എന്തോ ഇന്നൊരു പ്രത്യേകത ഉള്ള പോലെ തോന്നുന്നു ഗൈസ്. ഓക്കെ എന്താണെന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ എന്തായാലും നോക്കുകയാണെങ്കിൽ ഇന്നും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ദീപാവലിയും കാര്യങ്ങളൊക്കെ. ഓക്കെ എല്ലാവർക്കും ഒരു ഹാപ്പി ദീപാവലിയും കാര്യങ്ങളൊക്കെ ഗൈസ്. ഓക്കെ എന്തായാലും ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ചെയ്യാൻ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ദീപാവലിയും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് ഇന്ന്. ഓക്കെ ഇന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം ഗൈസ്. കുറേ പടക്കമൊക്കെ മേടിച്ച് ഫുള്ള് സെറ്റ് ചെയ്യണം. അത് തന്നെ നമുക്ക് നേരെ നമുക്ക് ഇവിടെയുള്ള എടുത്തുള്ള മാർക്കറ്റിൽ പോകാം ഗൈസ്. ഓക്കെ നമ്മുടെ പബ്ലിക് മാർക്കറ്റിംഗ് ആൾക്ക് ഇവിടെ എടുത്തുണ്ട് ഗൈസ്. അവിടെ നിന്ന് കാണൊക്കെ എന്തായാലും കുറേ പടക്കവും കാണൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. അവിടെ ആകുമ്പോൾ ചില ഓഫറിലൊക്കെ സാധനം കിട്ടും. നമുക്ക് നേരെ അങ്ങോട്ടേയും കാണൊക്കെ പോകാം ഗൈസ്. അവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കടേ. ഓക്കെ എന്തായാലും ബാക്ക് ടു പവർ ഡേ. ഓക്കെ എന്തായാലും ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായി. നോക്കുക ഇവിടെ കുറേ പടക്കങ്ങളൊക്കെ ഉണ്ട്, കുറേ ഗുണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ കുറേ ഓലപ്പടക്കം വേണം, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് ഇതിനകത്ത് കുറച്ച് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ഗൈസ്. ഓക്കെ എന്തായാലും പലതരം പടക്കമുണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ചും എടുക്കാം ഗൈസ്. ഓക്കെ ഇവിടെ മത്താപ്പൊക്കെ ഇരിപ്പുണ്ട്, കമ്പിത്തിരി എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്നൊരു ഹാപ്പി ദീപാവലി എന്ന് ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ പിന്നെ നമ്മൾ ഇന്നൊരു പ്രത്യേക പരിപാടിയുണ്ട്, ഒരു ഇത് കണക്കുണ്ട് ഗൈസ്. നമ്മുടെ GTA 5 ഫ്രാങ്കളിൽ നമ്മൾ ഇന്നത്തെ ക്ഷണിക്കുന്നുണ്ട് ഗൈസ്. പുള്ളിക്കാരെ നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് അവിടെ പോയി ഇന്ന് അടിച്ച് പൊളിക്കണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവനെ കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നമുക്കൊന്ന് അടിച്ച് പൊളിക്കണം ഗൈസ്. അതിനുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാൻ ഗൈസ്. ഓക്കെ എന്തായാലും പുറകിൽ നിന്നൊരു പൂച്ച ഞങ്ങളൊക്കെ കൂവുന്നുണ്ട്. എന്താണോ ഉദ്ദേശിക്കുന്നത്, ഭയങ്കര കാർച്ചൊക്കെയാണ് ഗൈസ്. ഒക്കെ കടിക്കാൻ വല്ല പരിപാടിയുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് ഞങ്ങൾക്ക് നൈസായിട്ട് ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് ഇതും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ ആരും കാണുന്നുമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകണം, പൈസ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോയി ഗൈസ്. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല ഗൈസ്, മാർക്കറ്റിലൊന്നും ആരുമില്ല ഗൈസ്. എന്തുവാടി ഇത്? എന്തായാലും ഗൈസ് നോക്കുവാണെങ്കിൽ എന്തായിരുന്നു അടിയിലിരിക്കുന്നത് ബൾബാണോ? എന്താണ് ഗൈസ് മനസ്സിലാവുന്നില്ല. എൻ്റെ അകത്ത് റോക്കറ്റ്സ് ആണ് ഗൈസ്. ഓക്കെ എന്തായാലും സീനില്ല. എന്തായാലും നിങ്ങൾ പറ ഗൈസ് എന്തൊക്കെ മേടിക്കും, നിങ്ങൾക്ക് പറയാനും പറ്റത്തില്ലേ. എന്തായാലും ഗൈസ് ഞാനിപ്പോൾ ഇപ്പോഴും എന്തൊക്കെ മേടിക്കണം എന്നൊരു ഇത് പ്ലാനില്ല ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കുറേ നമുക്ക് അടിച്ച് പൊളിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ എന്തായാലും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇതെല്ലാം മേടിക്കണം ഗൈസ്. നമ്മളിന്ന് അടിച്ച് പൊളിക്കണം ഗൈസ്. നമുക്ക് ഇന്നൊരു വലിയ സാധനം കൂടെ, വലിയൊരു ഗുണ്ട് കൂടെ മേടിക്കണം ഗൈസ്. അത് പൊട്ടിച്ച് പവറാക്കണം. എന്തായാലും നമുക്ക് ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് നിങ്ങൾക്ക് പോയി അവിടെ ചെന്നിട്ടാണ് ബാക്കി പരിപാടി. അവിടെ നിന്ന് ഞങ്ങൾക്ക് നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ഞങ്ങൾക്ക് പോകാം ഗൈസ്. അതിന് മുമ്പ് ലൈക്ക് അടിക്കത്തേ ലൈക്ക് അടിക്കട്ടെ, പിന്നെ ഹൈപ്പ് ചെയ്താലേ നമുക്ക് പവറാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് ഈ ദീപാവലി ആഘോഷിക്കാൻ ഇനിയും പൈസ വേണ്ടേ, നമുക്ക് ഹൈപ്പ് ചെയ്യണം ഗൈസ്. ഓക്കെ എല്ലാവരും ഹൈപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. പോകണമായിരിക്കും നമ്മളോട് ഒരു വീട്ടിലോട്ട് പോകണമായിരിക്കും. ഇവിടെ നമ്മളൊരു മാലക്കടയും നമ്മുടെ ബൾബും ഞങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ എന്തായാലും നിങ്ങൾ ഇതിന് പറയുന്നത് എന്തായാലും ഗൈസ് നമ്മൾ ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റ്സും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് മേടിക്കും ഗൈസ്. നമ്മുടെ വീടും ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ. എന്തായാലും നമ്മുടെ സൗണ്ടിൽ ചെറിയൊരു പോരായ്മ കാണും ഗൈസ്, ക്ഷമിക്കണം ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് നൈസായിട്ട് ഇവിടെ ഒരു ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. അവിടെ ആരും ഇല്ല, ലാസ്റ്റ് ഒരു ചേട്ടൻ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പടക്കം മേടിച്ചുകൊണ്ടെങ്കിൽ പോകുന്നു. എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾക്ക് നമ്മൾ കുറച്ച് ലൈറ്റ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ എന്തായാലും നമുക്ക് ഇതിനെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇനി പോണ വരിക്ക് വല്ലതും കാണുവാണെങ്കിൽ നമുക്ക് മേടിക്കും. നമ്മളൊരു ഊടുവരി കൂടെയാണ് ഗീസ് പോകുന്നത്. എനിക്കെന്തോ കുറച്ച് ഇത് മേടിക്കണം ഗീസ്, കുറച്ച് പലഹാരങ്ങളൊക്കെ മേടിക്കണം ഗീസ്. ഓക്കെ അങ്ങനെ നമ്മൾ പോണ വരിക്ക് പലഹാരക്കടയിലും കയറിയിട്ടുണ്ടെങ്കിൽ ഗീസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ലഡുവും കേക്കും ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കുറേ അങ്ങ് മേടിച്ചേക്കാം ഗീസ്. ഓക്കെ എന്തായാലും ചില നൈസാക്കി അങ്ങ് ചെയ്തേക്കാം ഗീസ്. ഓക്കെ എന്തായാലും നമ്മളിവിടെ എന്താണ് മേടിക്കുക, കുറച്ച് ലഡു മേടിക്കാം, പിന്നെ എന്നാടേ ഒരു കേക്ക് മേടിക്കാം, പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ചൂടെ ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്കിത് കൂടെ എല്ലാം ഇങ്ങോട്ട് കുറച്ചങ്ങ് മേടിച്ചു ഗീസ്. ഓക്കെ ഇരിക്കട്ടെ എല്ലാം, എന്തിനാണ് ഈ ഒരു കുറവ് വരുത്തുന്നത്. നമുക്ക് ഇത് കൂട്ടെല്ലാം മേടിക്കാം ഗീസ്. ബൈ ഇതുവരെയായിട്ട് നിങ്ങൾ ഹാപ്പി ദീപാവലി കമൻറ്റ് ചെയ്തില്ല ഗീസ്. എല്ലാവരും ഒന്ന് ഹാപ്പി ദീപാവലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പവർ ആക്കുക ഗീസ്. ഓക്കെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ഓണാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരെ കിട്ടുന്നതായിരിക്കും ഗീസ്. ഓക്കെ അപ്പോൾ എല്ലാവരും പവർ ആക്കുക. എന്തായാലും നമുക്ക് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ഇവിടെ പലതരം പലഹാരങ്ങൾ ഇരിപ്പുണ്ട്. ഈ പ്രാവശ്യം കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് മാലങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചു ഗീസ്. ഓക്കെ ഇവിടെ കുറച്ച് മാലങ്ങളൊക്കെ ഇരിപ്പുണ്ട് ഗീസ്. ഓക്കെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പൂവും മാലയും കൂടെ മേടിക്കാം ഗീസ്. അതുകൊണ്ട് നമുക്ക് വീട് ഡെക്കറേറ്റ് ചെയ്യാമല്ലോ ഗീസ്. അങ്ങനെ നമ്മൾ ആ ഫൈനലി എല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലെത്തിയിട്ടുണ്ടായി. നമുക്ക് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് വീട്ടിൽ പുറത്തിറക്കണം ഗീസ്. ഇവിടെയുള്ള മേശയും ടേബിളും എല്ലാം, അതാണ് ഗീസ് നമ്മുടെ അടുത്ത പരിപാടി. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഓരോ മേശ ഒക്കെ വെച്ച് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഗീസ്. ബൈ ഇതുവരെയായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
ഇടയ്ക്കിടയ്ക്ക് പറയുന്നതല്ലേ മറന്നു പോലെന്ന് ഓർത്ത് ഓർമ്മിപ്പിക്കുന്നതല്ലേ ഗീസ്. ഓക്കെ. എന്തായാലും നമുക്ക് ഇനി കാലത്ത് ഇതെല്ലാം എടുത്ത് വെക്കണം ഗീസ്. ഓക്കെ. കുറച്ച് സമയം എടുക്കും ഗീസ്. എന്തായാലും നമ്മളിവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ് ഗീസ്. ഓക്കെ. എന്തായാലും നമുക്ക് ഇനി മേശ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻ ചെയ്യുവാണ് ഗീസ്. എന്ത് ചെയ്യും, എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്യണം ഗീസ്. എവിടെയൊക്കെ എങ്ങനത്തെ ഡെക്കറേഷൻ വേണം ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്യുവാണ് ഗീസ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് മേളത്തെ ഫ്ലോറിൽ പോയി അതും സെറ്റ് ചെയ്യണം ഗീസ്. കുറേ പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോകണം ഗീസ്. ഓക്കെ. ഫ്ലൈറ്റ് ഉച്ചയ്ക്കാണ്. അതിന് മുമ്പ് നമുക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാൻ. ഇതാണ് ഇപ്പം നമ്മൾ നേരത്തെ രാവിലെ എണീറ്റ് പരിപാടി തുടങ്ങിയതാണ് ഗീസ്. ഓക്കെ. എന്തായാലും കട്ടിലൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് പോകണം ഗീസ്. ഫ്രാങ്കിളുടെ ശക്തിയൊക്കെ കൂടിയിട്ടുണ്ട്. ഓക്കെ. എന്തായാലും ഫ്രാങ്കിൾ W അല്ലേ ഗീസ്. ഓക്കെ. എന്തായാലും നമ്മൾ നൈസായിട്ട് എല്ലാം ഓരോന്ന് വെച്ച് എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊക്കെ എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ മണ്ടേ പോയിട്ട് ഇവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഗീസ്. ഒത്തിരി പണിയുണ്ട്, ഇച്ചിരി സീനാണ് ഗീസ്. ഓക്കെ. എന്തായാലും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നില്ല, ഒന്ന് പവറാക്കുക. ഓക്കെ. എന്തായാലും ഓക്കെ. എന്തായാലും എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് നോക്കട്ടെ ഗീസ്. വേറെ വല്ല എടുത്ത് വെക്കാനുണ്ടോ നോക്കട്ടെ. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുള്ള് ഗീസ് നമ്മൾ എല്ലാം എടുത്ത് മാറ്റിയിട്ട് നൈസായിട്ട് നമ്മൾ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ. നിറച്ച് പൊടി കണ്ടില്ലേ. ഇത് നമ്മൾ എന്താണ് ലാസ്റ്റായിട്ട് ക്ലീൻ ചെയ്തത്? ഇത് ക്ലീൻ ചെയ്തിട്ട് കുറേ വർഷമായിടി. സത്യം പറഞ്ഞാൽ നമ്മളിത് മേടിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടോ? ഇടയ്ക്കൊരു പണിക്കാരൻ വന്നപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്തായിരുന്നു, പിന്നെ ഇത് ചെയ്തിട്ടേ ഇല്ല. എന്തായാലും കേസ് അങ്ങനെ ഫൈനലി നമ്മൾ നിങ്ങൾക്ക് മൊത്തം വൃത്തിയാക്കി പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട് കേസ്. ഓക്കെ. നമ്മൾ വൈറ്റ് പെയിൻറ്റ് തന്നെയാണ് ഈ അടിക്കുന്നത്. വേറെ വല്ല കളർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കേസ് വേണമെങ്കിൽ നമ്മൾ കളർ വീടിൻ്റെ ചേഞ്ച് ചെയ്യാൻ കേസ്. നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കേസ്, കമൻറ്റ് ഇട്ടാൽ മതി കേസ്, നമുക്ക് സെറ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ ഫുള്ള് വൈറ്റ് പെയിൻറ്റ് അടിക്കാൻ, കുറച്ച് നിലത്തൊക്കെ ചാടി അതൊക്കെ ക്ലീൻ ചെയ്യണം. അങ്ങനെ ഫൈനലി എല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് കേസ്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വീടിനൊക്കെ ഒരു ഒരു കളർ വന്നില്ലേ കേസ്. ഓക്കെ. എന്നിട്ട് ഒരു മഞ്ഞ പിക്ചർ കളറല്ലായിരുന്നു ഈസി. പിക്ചർ സെറ്റായില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പ്രകാശം തോന്നുന്നില്ല നിങ്ങൾക്ക്, ഒരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നില്ല. കണ്ടില്ല, കെട്ടിത്തിളങ്ങുവാണ് ഈസ്. കണ്ടോ ആ നടയുടെയൊക്കെ അവിടെ നോക്കി ഈസ്. നടയൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് ഇവിടെ കിടന്ന് തിളങ്ങുവാടെ, ഒരു രക്ഷയില്ല. എന്തായാലും ഈസ് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ കാര്യങ്ങളൊക്കെ പോവുകയാണ് ഈസ്. നമ്മുടെ GT5 കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ നമ്മുടെ പ്ലെയിനുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഈസ്. നമ്മുടെ പ്രൈവറ്റ് പ്ലെയിനാണ് ഈസ്. ഓക്കെ. നമുക്ക് ഇനിയിപ്പോൾ നേരെ ഇതുമായിട്ട് GT5 പോവാൻ ഈസ്. ഓക്കെ. അതിന് ലൈക്ക് അടിക്കുന്നവർ ലൈക്ക് അടിക്കുക. അങ്ങനെ ഫൈനലി നമ്മളും കാര്യങ്ങളൊക്കെ GT5 സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ ഫ്രാങ്കിളിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ നമ്മളൊരു വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേസ്. ഓക്കെ. എന്തായാലും ഫൈനലി നമ്മൾ ഫ്രാങ്കിളിൻ്റെ വീട്ടിൽ ഞാനൊക്കെ എത്തി കേസ്. നമ്മുടെ പ്രൈവറ്റ് കാറാണ് കേസ്. ഓക്കെ. ഇത് പറയുകയാണ് കേസ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വേറൊരു കാറാണ്, അവിടെ വേറൊരു കാർ, ഇവിടെ വേറൊരു കാർ. അങ്ങനെ ഫ്രാങ്കിളിനെ കണ്ടിട്ട് കുറെ ആയല്ലോ. ഫ്രാങ്കിൾ നിന്നെയും കണ്ടിട്ട് കുറേ ആയല്ലോ. പിന്നെ എന്നാ പരിപാടി ഇന്ന് നമുക്ക് ആഘോഷിക്കണ്ടേ? നമ്മൾ നൈറ്റ് ഇവിടെ അടിച്ച് പൊളിക്കുന്നു. ഓക്കെ. എന്തായാലും നമുക്ക് കുറെ പടക്കമൊക്കെ പൊട്ടിക്കാണ്ട് നൈസാക്കുന്നു. എന്തായാലും ഫ്രാങ്കിളെ ശരിയാണ്. നീ ഇപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാ പോണേ? ഞാൻ പറയുന്ന വഴി നീ വിട്ടോ, നൈസ് ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗീസ്. എന്തായാലും നമ്മൾ ഫ്രാങ്കിൾ പറഞ്ഞ പോലെ പോവുകയാണ് ഗീസ്. എന്താ പരിപാടി ഒന്നും പറയത്തില്ല, അവന് സർപ്രൈസ് ആണെന്നാണ് ഗീസ് പറഞ്ഞത്. എന്താ നമ്മൾക്ക് നേരെ വണ്ടി ഓടിച്ചിട്ട് പോകണുണ്ട് ഗീസ്. അവൻ പറയുന്ന സ്ഥലത്തോട്ട് നമ്മൾ പോകണം, അത്രേ ഉള്ളൂ ഗീസ്. ഓക്കെ. അങ്ങനെ ഫൈനലി ഇവിടെ വന്ന് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഗീസ്. എടീ ഇവനെന്തായാലും തന്നെ കൊല്ലം കൊണ്ടുവന്നുള്ളൂ, തോക്കൊക്കെ മേടിച്ച്. എന്നാലും ഈ ഇവിടെ വന്ന് ഗൺ ഷോപ്പിലോട്ട് കണക്കാണ് ഈ നേരെ വന്നേക്കുന്നത്. ഇപ്പോഴാണ് മനസ്സിലായത് ഇവനിവിടുന്ന് നമ്മുടെ റോക്കറ്റ് ഇവിടുന്ന് മേടിക്കാൻ വേണ്ടിയാണേ, മിസൈൽ റോക്കറ്റ് കണക്കെ മേടിക്കാനാണ് ഈ സോക്കെ. ഇത് ആകാശത്ത് വെച്ച് പൊട്ടിക്കാണ് നൈസായിരിക്കും ഈ. അതിന് വേണ്ടിയാണ് ഈ സാധനം ഇവനും കൂട്ടി എന്നെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് കണക്കെ ആ സാധനവും മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് നേരെ ബീച്ച് സൈഡിലോട്ട് പോകാൻ ഗീസ്. അങ്ങനെ ഫൈനൽ നമ്മൾ ബീച്ച് സൈഡിലും കണക്ക് എത്തിയിട്ടുണ്ട്. ഇനി ആടെ നമ്മുടെ ഫ്ലൈറ്റ് പോയിട്ട് തുടങ്ങി നമ്മൾ പടക്കം അങ്ങ് പൊട്ടിക്കേണ്ട ഗീസ്. നമ്മുടെ റോക്കറ്റ് എടുത്ത് വിടേണ്ട ഗീസ്. അതിന് വേണ്ടി എല്ലാവരും ലൈക്ക് അടിച്ച് പവറാക്കുക, സബ്യാത്തൊരു സബ്യ. ഓക്കെ. ഇനിയും ഒത്തിരി പണിയുണ്ട് ഗീസ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സിറ്റി പോയി ആഘോഷിക്കാൻ ഗീസ്. ഓക്കെ. വൈകുന്നേരം ആയതേ ഉള്ളൂ. എന്തായാലും രാത്രിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗീസ് നമുക്ക് പൊട്ടിക്കണം എന്നുള്ളവരെല്ലാം ലൈക്ക് അടിച്ച് സബ് ചെയ്ത് പറയും. ഇവിടെ ഒത്തിരി പേര് വന്ന് ആഘോഷിക്കുന്നുണ്ട് ഈ താരമൊക്കെ. ഇതെല്ലാം ഫ്രാങ്കിൾ പരിപാടി ആട്ടറേ. ഈ താരേന്ന് പൊട്ടുന്നതെല്ലാം നമ്മുടെ ഈ ഫ്രാങ്കിൾ സെറ്റാക്കിയതാണ്. ഇവിടെ നമ്മൾ നൈസായിട്ട് താരോട്ട് ഇവിടെ അറിയാം, താരോട്ടും ചാടി. എന്തായാലും കേസ് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ എന്തായാലും വന്നതല്ലേ. ഓക്കെ. ഇതൊക്കെ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ പരിപാടിയാണ്. പിന്നെ കേസ് ഇവിടെ നിറച്ച് ലോഞ്ചറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റോക്കറ്റ് വിടാൻ വേണ്ടി. എന്തായാലും ഫുള്ള് സെറ്റാണ് കേസ്. ഇവിടെ ഫുൾ വൈബാണ് കേസ്. ഓക്കെ. നല്ലൊരു പ്രകാശങ്ങളൊക്കെ നൈസൊരു വ്യൂ ആണ് ഗീസ്. അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ച് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സിറ്റിയിലോട്ട് നമ്മുടെ ഫ്രാങ്കിളിനെ കൂട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പടങ്ങൾ കുറച്ച് പൊട്ടിക്കാൻ ഗീസ്. കണ്ടോ ഗീസ്, ഇതൊക്കെ നമ്മൾ മേടിച്ച പടക്കങ്ങളാണ് ഗീസ്. ഓക്കെ. നമുക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഇപ്പോഴും അലങ്കരിച്ചിട്ടില്ല, വൃത്തിയാക്കിയതേ ഉള്ളൂ ഗീസ്. ഓക്കെ. സമയം കിട്ടിയില്ല, നേരത്തെ പോകേണ്ടി വന്നു. എന്തായാലും ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ പലതരം പടക്കങ്ങളൊക്കെ ട്രൈ ചെയ്യണം ഗീസ്. വേറെ ഒരെണ്ണമുണ്ട്, ഇത് നമുക്ക് ട്രൈ ചെയ്യാം ഗീസ്. ഇത് ഇച്ചിരി വെറൈറ്റി സാധനമാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു 2-3 വെച്ചിട്ട് ട്രൈ ചെയ്യാം ഗീസ്. ഓക്കെ. എന്തായാലും നമുക്ക് ഗീസ്. ഓക്കെ. ആകാശത്ത് പോയി പൊട്ടുന്ന സാധനമായിരുന്നു. എന്തായാലും എനിക്കിതിൻ്റെ ഒന്നും ഇതറിയത്തില്ല ഗീസ്. ഞാൻ കണ്ടതൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്, എല്ലാം പൊട്ടിച്ചു. എന്തായാലും നമുക്ക് എല്ലാം പൊട്ടിച്ച് നോക്കാം. നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനം കൂടി ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ ഗീസ്. ഓൻ്റെ മോനെ നൈസ് വിഷയം. എന്തായാലും ഗീസ് അത്രയ്ക്കൊന്നുമില്ല, ഇങ്ങനെ വലിയ കുഴപ്പമില്ല. സാധാരണ നമ്മൾ നിലത്ത് വെച്ചിട്ട് പൊട്ടിക്കുന്നത്, ഇത് നമുക്ക് മിസൈൽ പോലെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. നൈസാണ്, കൊള്ളാം, പടപടാന്ന് വിടാൻ പറ്റുന്നുണ്ട്. ഓക്കെ. എന്തായാലും ഗീസ് ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഓളം കിട്ടുന്നില്ലല്ലോ ഡേ, ആഘോഷത്തിന് ഓളം. അതാണ് കാർ പൊട്ടിച്ച് കളി.
ഓളം വരുത്താൻ വേണ്ടി ഫ്രാങ്കിൻ്റെ ഒരു പരിപാടിയാണ് ഗീസ്. ഓക്കെ ഓക്കെ എന്തായാലും ഇവിടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട് ക്ഷമിക്കണം ട്രൈ. ഓക്കെ അങ്ങനെ ഫൈനലി ഗീസ് നമ്മളെല്ലാം സെറ്റാക്കി നേരെ തിരിച്ച് വീട്ടിലോട്ടും കണക്ക് വന്നിട്ടുണ്ട് ഗീസ്. നോക്കുവാണ് നമ്മുടെ ഫ്രാങ്കിലിനും കണക്ക് വരുന്നേ ഉള്ളൂ ഗീസ്. GTA 5 ഫ്രാങ്കിലിൻ എന്തായാലും നമ്മൾ ഇവിടെ വന്നിട്ട് നൈസായിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗീസ്. ഓക്കെ ഓക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് നിറച്ച് പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ദീപമൊക്കെ വെച്ച് അലങ്കരിച്ച് നമ്മൾ വലിയ ഗുണ്ട്, ഇതാണ് ഗീസ് ഞാൻ പറഞ്ഞ വലിയ സംഭവം, വലിയ പടക്കം. എന്തായാലും ഗീസ് ഇവിടെ നിറച്ച് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നില്ല. നമ്മൾ മാലയൊക്കെ വെച്ച് മണ്ടലിനൊക്കെ ഹാപ്പി ദിവാലി നിങ്ങൾക്ക് എഴുതി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ മണ്ടേ കണ്ടൊരു സാധനം സെറ്റല്ലേ. എന്തായാലും ഗീസ് നിങ്ങൾ ഫൈനലി ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ കുറച്ച് പടക്കങ്ങളൊക്കെ മറ്റേ കൂട്ടോ നമ്മൾ അവിടെ കണ്ട് ആ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട് സൂപ്പർ മെസ്സി. എന്തായാലും ഇതെനിക്ക് അറിയത്തില്ല, ഇതൊക്കെ ഒന്ന് നോക്കണം. എന്തായാലും നമ്മൾ ഒന്നും തന്നെ നോക്കിയിട്ടില്ല, എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ പുതിയ വെറൈറ്റി പടക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം ട്രൈ ചെയ്യണം ഗീസ്. ഓക്കെ ഓക്കെ എന്തായാലും ഇവിടെ കണ്ടില്ലേ നമ്മൾ പൂവൊക്കെ വെച്ച് നമ്മൾ സ്വിമ്മിംഗ് പൂളിന് ചുറ്റും ദീപമൊക്കെ വെച്ച് പിന്നെ നമ്മൾ മാലയൊക്കെ ഇട്ട് നമ്മൾ മിന്നു ബൾബൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വിമ്മിംഗ് പൂളിലൂടെ അലങ്കരിക്കുന്നത് വെച്ചാണ് ഈ പിന്നെ കളറ് മിസ്സായി പോകാനും പിന്നെ ചെയ്തില്ല. ഇവിടെയൊക്കെ പൂവൊക്കെ ഇട്ട് നമ്മുടെ ഡ്രിങ്കിങ്ങൊക്കെ വേണ്ട സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗീസ്. ഫുള്ള് വൈബാണ്. ഇത് കണ്ടോളേ, ഇതെങ്ങനെ കണ്ടോ, ഇത് ഞാൻ പൊട്ടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഗീസ്. എന്തായാലും ഞങ്ങൾ കാണിച്ചിട്ട് പൊട്ടിക്കാന്ന് വെച്ചിട്ടാണ് ഇത് നമ്മുടെ മാലപ്പടക്കമൊക്കെ കണ്ടോ, ഒരു സുരാന്നും പറഞ്ഞ് വലിയ സാധനമാണ്. എന്നാലും ഇവിടെ ഞങ്ങൾക്ക് നമ്മൾ പൊടിയൊക്കെ വിതറിയും ഫുള്ള് സെറ്റായിട്ടുണ്ട്. പിന്നെ അകത്ത് ഞങ്ങൾക്ക് പലഹാരങ്ങളും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ദീപാവലി ഞങ്ങൾക്ക് ഇവിടെയാണ് ഗീസ്, നമ്മൾ വിളക്കൊക്കെ വെച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ഫ്രാങ്കിളുടെ ഒരു ഐഡിയ വെച്ച് ഫ്രാങ്കിൽ ചെയ്തതാണ്. എന്നാലും GTA 5 ഫ്രാങ്കിൽ വന്നിട്ട് പൊട്ടിക്കാൻ നടത്തിട്ട് അവനോട്ട് വരുന്നുമില്ല, അവൻ പറ്റിച്ചാണോടെ ഇനി. എന്തായാലും ഈ സമയം കൂടുതൽ വരാതിരുന്നപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി, അവൻ വരാമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു, പറ്റിച്ചാണോടി. എന്തായാലും വരുവായിരിക്കും, നമ്മൾ അവിടെ ചെന്നതല്ലേ. എന്തായാലും ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഓക്കെ ഓക്കെ എന്തായാലും ഇനി നമുക്ക് ഫുള്ളൊരു വ്യൂ കാണാം. ഇതാണ് ഈ ഫുൾ വ്യൂ, നിങ്ങൾ ആദ്യമേ കണ്ടതായിരിക്കും, എങ്കിലും ഇതാണ് ഈ ഫുൾ വ്യൂ. ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട്, കൊള്ളാവോ? കമൻറ്റ് ചെയ്യണേ. ഓക്കെ നമ്മുടെ ഫ്രാങ്കിളിൻ്റെ ദീപാവലി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഫ്രാങ്ക്ലിൻ സീനല്ല കേസ്, നമ്മളൊരു പരിപാടി മിസ് ചെയ്യാറില്ല. ഓക്കെ ഓക്കെ നമ്മൾ ഈ ഫ്രണ്ടിലത്തെ മാലബൾബ് നിങ്ങൾ കണ്ടായിരുന്നുണ്ട്, ഇതിങ്ങനെയൊക്കെയാണ് ഫുള്ള് ബൾബ് വെച്ചുള്ള ഒരു സെറ്റ് സാധനമാണ്. ഓക്കെ ഓക്കെ എന്തായാലും ഇതെല്ലാം പൊട്ടിക്കണേ കേസ്. ഇന്ന് ഓക്കെ കേസ് ഓരോരുത്തരോട്ട് പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യേണ്ട ഇത് നമ്മുടെ പടക്കം പൊട്ടിയാണ് തുടങ്ങിയത്. ഇത് ഞാൻ പൊട്ടിച്ചാലോ ഇത് ഇങ്ങനെ തീയാണ്ട് പടർന്നോ. എന്തായാലും ഗീസ് നാളെ ഗീസ് ഇവിടെ ഓരോന്നോരോന്നായിട്ട് പൊട്ട തുടങ്ങി ഗീസ്. എന്തായാലും ഗീസ് GTA 5 ഫ്രാങ്ക്ലിൻ വരുമെന്ന് തോന്നില്ല. എന്തായാലും ഇവിടെ പരിപാടിയും തുടങ്ങി. നമ്മൾ എന്തിനാണ് ഗീസ് വെയിറ്റ് ചെയ്യുന്നത്, നടക്കട്ടെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തുടങ്ങിയേക്കല്ലേ ഗീസ്. ഓക്കെ ഓക്കെ എന്തായാലും നമുക്ക് ഈ വലിയ കൊണ്ട് പൊട്ടിക്കണം. തന്നെ പടക്കം പൊട്ടാൻ തുടങ്ങിയിടേ. ഞാൻ ശ്രദ്ധിച്ചു വരും. ഇതെല്ലാം നമ്മുടെയാണോടാ, ഇതെല്ലാം നമ്മുടെയാണ് പൊട്ടുന്നത്. ഞാൻ ഓർത്തു അപ്പുറത്തെ വീട്ടിലാണ്ട് ആൾക്കാർ പൊട്ടിക്കുന്നതാണ് ഗീസ്. ഞാൻ ഓർത്ത് ഇവിടെ നമ്മുടെയാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ ഗീസ് ഇതാണ് ഗീസ് നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ദീപാവലിയുടെ ആഘോഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. പുതിയതായിട്ട് ബൈ സി സൂൺ.